ഈ മൊബൈൽ ഫോൺ റെസ്ട്രിക്ഷനും ലാംഗ്വേജ് ലേണിങ്ങും റീഡിങ് ഹാബിറ്റ്സും ഒരുമിച്ച് ബിൽഡ് ചെയ്യാൻ ഞാൻ ഉപയോഗിച്ച ടെക്നിക്കാണ് പറയാൻ പോകുന്നത്. നിങ്ങളൊരു പാരൻ്റ് ആണെന്ന് കരുതുക, നിങ്ങൾക്കൊരു ചെറിയ കുട്ടി ഉണ്ടെന്ന് കരുതുക. 3 വയസ്സ് മുതൽ ഒരു 10 വയസ്സിൻ്റെ ഉള്ളിൽ പ്രായമുള്ള ഒരു കുട്ടി ഉണ്ടെന്ന് കരുതുക. ഈ കുട്ടിക്ക് നിങ്ങൾ 3 സാധനങ്ങൾ കൊടുക്കുകയാണ്. ഒന്നാമത്തത് ഫുട്ബോളാണ്, ആൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ. പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ഒരു സ്കിപ്പിംഗ് റോപ്പോ അങ്ങനെ എന്തെങ്കിലും. രണ്ടാമത് നിങ്ങൾ കൊടുക്കാൻ പോകുന്നത് ഒരു നൈഫാണ്, നല്ല മൂർച്ചയുള്ള ഒരു കത്തി. കൈമ തട്ടിയാൽ മുറിയാവും, ചോര വരും. മൂന്നാമത് നിങ്ങൾ കൊടുക്കാൻ പോകുന്നത് മൊബൈൽ ഫോണാണ്. ഓക്കെ, നമ്മളിത് 3 കമ്പയർ ചെയ്യാൻ പോവാണ്. ഇത് 3 കമ്പയർ ചെയ്യുമ്പോൾ ഫുട്ബോൾ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കൊടുക്കാം, സ്കിപ്പിംഗ് റോപ്പ് എത്ര വേണമെങ്കിലും കൊടുക്കാം, ഒരു ദിവസം മുഴുവനും നിങ്ങൾക്ക് കൊടുക്കാം, ഒരു പ്രശ്നമില്ല, നോ പ്രോബ്ലം. കത്തി നിങ്ങൾ ഒരിക്കലും കൊടുക്കില്ല, മൂർച്ചയുള്ള കത്തിയാണ്. കുട്ടികളുടെ അടുത്ത് നിന്ന് ഈ അഥവാ ആക്സിഡൻ്റലി അവരെടുത്താൽ അത് പെട്ടെന്ന് തന്നെ വാങ്ങിയിട്ട് അവർ കിട്ടാത്തോടത്തേക്ക് വെക്കും. അവർ വീണ്ടും എടുക്കുകയോ ഇല്ലയോ എന്നുള്ള സന്ദേഹത്തിന് ഇടവരാത്ത വിധം അവർക്ക് കിട്ടാത്തൊരു ഭാഗത്തേക്ക് കൊണ്ടുപോയി വെക്കും. മൂന്നാമത്തത് മൊബൈൽ ഫോൺ. മൊബൈൽ ഫോൺ നിങ്ങൾ സാധാരണ ടൈം വെച്ചിട്ട് കുട്ടികൾക്ക് കൊടുക്കും. ദാറ്റ് ഈസ് വാട്ട് യു ആർ ഡൂയിങ്, റൈറ്റ്? അതല്ല നിങ്ങൾ ചെയ്യുന്നത്. സാധാരണ മൊബൈൽ ഫോണിൽ അഡിക്റ്റഡ് ആവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നിങ്ങളിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതായത് മൊബൈൽ ഫോൺ ടൈം വെച്ച് കൊടുക്കുന്നു, കത്തി കിട്ടാത്തടത്ത് കൊണ്ടുപോയി വെക്കുന്നു. മൊബൈൽ ഫോൺ ഈസ് ഈവൻ ഡേഞ്ചറസ് ദാൻ ദിസ് നൈഫ്. മൊബൈൽ ഫോൺ ഈ മൂർച്ചുള്ള കത്തിനേക്കാളും മൂർച്ചുള്ള ഒരു ആയുധമാണ്. ഇത് കയ്യിന് മാത്രം മുറിവ് പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ മൊബൈൽ ഫോൺ മൊത്തത്തിൽ മുറിവാക്കും, ചെസ്റ്റ് മുറിവാക്കും, മൈൻഡ് മുറിവാക്കും, ആ മുറിവ് ഗ്രോ ആവും. അങ്ങനത്തെ ഒരു സാധനമാണ് മൊബൈൽ ഫോൺ. എസ്പെഷ്യലി nowadays social media. The exact reason why kids are addicted is the wrong parenting. തെറ്റായിട്ടുള്ള പാരൻറ്റിംഗ് ആണ് കിഡ്സ് അഡിക്റ്റഡ് ആവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഇൻ അതർ വേർഡ്സ്, യു ആർ ദ റീസൺ വൈ യുവർ കിഡ്സ് ആർ അഡിക്റ്റഡ് ടു മൊബൈൽ ഫോൺ. ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. അതിനു മുമ്പ്, മൈ നെയിം ഈസ് ഹാഷിം. ഐ ആം ആൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ട്രെയിനർ ആൻഡ് എ കമ്മ്യൂണിക്കേഷൻ കോച്ച്. ഐ ഹെൽപ്പ് പീപ്പിൾ ടു ബിക്കം എ ബെറ്റർ കമ്മ്യൂണിക്കേറ്റർ ആൻഡ് I help people to learn language, especially English language. ഞാനിപ്പോൾ ഈ ഒരു ടോപ്പിക്, കുട്ടികളുടെ മൊബൈൽ അഡിക്ഷനെ പറ്റി സംസാരിക്കാൻ കാരണം, അതുപോലെ തന്നെ പാരൻസിൻ്റെ റോങ് പാരൻറ്റിങ്ങിനെ പറ്റിയിട്ടും സംസാരിക്കാൻ കാരണം, ദിസ് ഈസ് റിലേറ്റഡ് ടു ലാംഗ്വേജ് ലേണിംഗ്. കുട്ടികളുടെ കേവലം ഒരു മൊബൈൽ അഡിക്ഷൻ മാറ്റുക, അല്ലെങ്കിൽ അതിന് ഒരു റെസ്ട്രിക്ഷൻ ഇടുക, അല്ലാന്നുണ്ടെങ്കിൽ ആ പ്രോബ്ലം സോൾവ് ചെയ്യുക എന്നതിലുപരി ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്ത് ആ ഒരു ടൈമിലേക്ക് അവരുടെ ലാംഗ്വേജ് ലേണിംഗ് എങ്ങനെ കൊണ്ടുവരാം, എന്നിട്ട് അവരെ പേഴ്സണലി എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നുള്ള കാര്യം കൂടിയാണ് ഞാനിവിടെ സെർച്ച് ചെയ്യാൻ പോകുന്നത്. മൊബൈൽ അഡിക്ഷൻ നിർത്തിയിട്ട് ആ ഒരു ഭാഗത്തേക്ക് ലാംഗ്വേജ് ലേണിംഗ് പ്രോസസ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞു, കുട്ടികൾ മൊബൈലിൽ അഡിക്റ്റഡ് ആവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ദാറ്റ് ഈസ് യു ആൻഡ് ദാറ്റ് ഈസ് പാരൻസ് ആണ്. പാരൻസിൻ്റെ അറിവില്ലായ്മയാണ്, അവരുടെ ബിഹേവിയറാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഈ ഒരു കാരണങ്ങൾ ഡീറ്റെയിൽ ചെയ്താൽ 3 പ്രധാനപ്പെട്ട കാരണങ്ങളാക്കി നമുക്ക് തിരിക്കാൻ പറ്റും. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ റീസണാണ് യു ആർ യൂസിങ് മൊബൈൽ ഫോൺ ആൻഡ് ടെല്ലിങ് യുവർ ചിൽഡ്രൻ നോട്ട് ടു യൂസ് മൊബൈൽ ഫോൺ. നിങ്ങൾ മൊബൈൽ ഫോൺ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്, റീൽസ് കാണുന്നുണ്ട്, അനാവശ്യമായിട്ട് ഒരുപാട് ടൈം അതിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട്, ചിലപ്പം ഗെയിം കളിക്കുന്നുണ്ടാവും. എന്നിട്ട് നിങ്ങൾ കുട്ടികളോട് പറയാണ്, എന്ത്, നീ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല, ഞാൻ ഉപയോഗിച്ചോട്ടെ കുഴപ്പമില്ല, നീ ഉപയോഗിക്കാൻ പാടില്ല. ഈ ഒരു ബിഹേവിയർ, ദിസ് ഈസ് റോങ്. കിഡ്സ് എന്താ ചെയ്യുന്നത് വെച്ചാൽ, കിഡ്സ് പാരൻസിനെ കോപ്പി ചെയ്യാൻ ചെയ്യുക. ഏറ്റവും വലിയ ടീച്ചേഴ്സ്, അവരുടെ മെൻറ്റേഴ്സ് പാരൻസ് ആണ് അവർ വളർന്നു വരുമ്പോൾ. കാരണം സ്കൂളിൽ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ വീട്ടിൽ അതേപോലെ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ ചിൽഡ്രൻ കോപ്പി ദ പാരൻസ്. അതാണ് കുട്ടികൾ കോപ്പി ചെയ്യുക. ഏതെങ്കിലും കുട്ടികൾ വളരെ മോശമായിട്ടുള്ള ലാംഗ്വേജ്, ഫിൽത്തി ലാംഗ്വേജ് സ്കൂളിലോ അല്ലെങ്കിൽ സൊസൈറ്റിയിലോ ഉപയോഗിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? യെസ്, പാരൻസ് ആർ യൂസിങ് ദോസ് ഫിൽത്തി വേർഡ്സ്. എവിടെ നിന്നാണ് കുട്ടികൾ പഠിക്കുന്നത്? പാരൻസിൻ്റെ അടുത്തു നിന്നാണ് ആ വാക്കുകളും ആ ചീത്ത വേർഡുകളും പഠിക്കുന്നത്. കുട്ടികൾ ഷൗട്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ പാരൻസ് ഷൗട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ പാരൻസ് എന്ത് ചെയ്യുന്നു അതാണ് അവർ കോപ്പി ചെയ്യുക. അപ്പോൾ നമ്മൾ ഒരുപാട് ഫോൺ കണ്ടുകൊണ്ടിരിക്കുകയാണ്, റീൽസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്, അനാവശ്യമായിട്ട് ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജങ്ക് ഫണ്ണി വീഡിയോസ് ഫ്രം ഇൻസ്റ്റാഗ്രാം ആൻഡ് ഫേസ്ബുക്ക് ആൻഡ് യൂട്യൂബ് യു ആർ വാച്ചിങ്. ദെൻ യു ആർ ടെല്ലിങ് യുവർ കിഡ്സ് നോട്ട് ടു യൂസ് social media and not to use mobile, and it's not going to work. അത് വർക്ക് ചെയ്യാൻ പോകുന്നില്ല. കാരണം നിങ്ങൾ ആദ്യം കാണിച്ചു കൊടുക്കുകയാണ്, കുട്ടികളത് കോപ്പി ചെയ്യാനേ ചാൻസ് ഉള്ളൂ. ഉമ്മ ഉപയോഗിക്കുന്നുണ്ടല്ലോ, വൈ കാണ്ട് ഐ യൂസ്? എന്തുകൊണ്ട് എനിക്ക് ഉപയോഗിച്ചുവിടുക? ദാറ്റ് ഈസ് ഇമ്മീഡിയറ്റ് തോട്ട് ചിൽഡ്രൻ വിൽ ഗെറ്റ്. ഓക്കെ, സോ ദാറ്റ് ഈസ് എ ഫസ്റ്റ് റീസൺ. യു ആർ യൂസിങ് മൊബൈൽ ഫോൺ ആൻഡ് യു ആർ ടെല്ലിങ് യുവർ കിഡ്സ് നോട്ട് യൂസ് മൊബൈൽ ഫോൺ. ദാറ്റ് ഈസ് നോട്ട് എ ഗുഡ് ബിഹേവിയർ. നിങ്ങൾ ഉപയോഗിച്ചിട്ട് മറ്റുള്ളവരോട്, അതായത് നിങ്ങളുടെ കുട്ടികളോട് ഉപയോഗിക്കരുത് എന്ന് പറയുന്നതിൽ അർത്ഥമല്ല. ദി സൊല്യൂഷൻ ഈസ്, നിങ്ങൾ ആവശ്യത്തിന് മാത്രം മൊബൈൽ ഫോൺ ഉപയോഗിക്കുക. ആവശ്യത്തിന് മാത്രം മൊബൈൽ ഫോൺ നിങ്ങൾ ഉപയോഗിക്കുന്നത് കുട്ടികൾ കാണാം. അപ്പോൾ കുട്ടികൾക്ക് മനസ്സിലാവും, ഓക്കെ, ഉമ്മയും ഉപ്പയും
അച്ഛനും അമ്മയും ആവശ്യത്തിന് മാത്രമേ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ ഈ മൊബൈൽ ഫോൺ ഇന്ന ആവശ്യത്തിനുള്ളതാണ്, അല്ലാതെ റീൽസ് കണ്ടിരിക്കാനുള്ളതല്ല എന്നുള്ളൊരു തോട്ട് കുട്ടീൻ്റെ ഉള്ളിൽ പാരൻസ് ഇട്ട് കൊടുക്കണം. സോ ദാറ്റ് ഈസ് എ ഫസ്റ്റ് പ്രോബ്ലം. രണ്ടാമത്തത്, യു ആർ ലൈയിങ് ടു യുവർ ചിൽഡ്രൻ. നിങ്ങളുടെ കുട്ടികളോട് നിങ്ങൾ നുണ പറയുന്നുണ്ട് ഒരുപാട്. ഞാൻ നുണ പറയാറില്ലല്ലോ. ആക്ച്വലി നിങ്ങൾ ഒരുപാട് നുണ പറയുന്നുണ്ട്. ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. കുട്ടികൾ ചോദിക്കും എനിക്ക് മൊബൈൽ തരുമോ, നിങ്ങൾ പറയും മൊബൈൽ തരില്ല. എന്നിട്ട് കുട്ടികൾ വീണ്ടും ചോദിക്കും, കുട്ടികൾ വീണ്ടും ചോദിക്കും, അവസാനം കരഞ്ഞ് നിങ്ങളെ ഇടങ്ങറാക്കും. അവസാനം നിങ്ങൾ മൊബൈൽ കൊടുക്കും. നിങ്ങൾ മൊബൈൽ തരൂല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു വാക്ക് ആ മൊബൈൽ കൊടുക്കുന്ന നിമിഷം അതൊരു നുണയായിട്ട് മാറി. കുട്ടികൾക്ക് നിങ്ങളോടുള്ള റെസ്പെക്റ്റ് കുറഞ്ഞു, ട്രസ്റ്റ് കുറഞ്ഞു. കാരണം ആദ്യം നിങ്ങൾ പറഞ്ഞു മൊബൈൽ ഞാൻ തരൂല എന്നുള്ളത്. പിന്നെ കുട്ടികൾ വാശി പിടിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞു മൊബൈൽ ഫോൺ തരാം, എന്നിട്ട് കൊടുത്തും ചെയ്തു. സോ യു ലൈഡ്. നിങ്ങൾ നുണ പറഞ്ഞു. എന്തായിക്കോട്ടെ, വാശി പിടിച്ചതുകൊണ്ടായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് തിരക്കുണ്ടായതുകൊണ്ട് എനിക്ക് കുറച്ച് റിലാക്സേഷൻ വേണം, എന്തോ റീസൺ ആയിക്കോട്ടെ, ബട്ട് യു ലൈഡ് ടു ദി ചിൽഡ്രൻ. കുട്ടികളോട് നിങ്ങൾ നുണ പറഞ്ഞു. ഓരോ പ്രാവശ്യം നുണ പറയുമ്പോഴും നിങ്ങൾ ട്രസ്റ്റ് ബ്രേക്ക് ആക്കിക്കൊണ്ടിരിക്കുകയാണ്, റെസ്പെക്റ്റ് കുറച്ചുകൊണ്ടിരിക്കുകയാണ്. പകരം നിങ്ങളൊരു കാര്യം പറയുകയാണ്, ഐ എം നോട്ട് ഗോയിങ് ടു ഗിവ് യു ദ മൊബൈൽ ഫോൺ ഫോർ എവർ. അല്ലെങ്കിൽ ഞാൻ ഇന്ന് നിങ്ങൾക്ക് മൊബൈൽ ഫോൺ തരാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് അതിൽ സ്റ്റിക്ക് ചെയ്താൽ എത്ര കരഞ്ഞാലും കൊടുത്തില്ലെങ്കിൽ യു ആർ ടെല്ലിങ് ദ ട്രൂത്ത്. നിങ്ങൾ സത്യമാണ് പറയുന്നത്. ആ സത്യത്തിൽ ഉറച്ചു നിന്നാൽ നിങ്ങളോടുള്ള കുട്ടികളുടെ റെസ്പെക്റ്റ് കൂടും, ട്രസ്റ്റ് കൂടും, വാശി കുറയും. കുട്ടികൾ പിന്നെ രണ്ടാമത്തെ ദിവസം ഈ ഒരു കാര്യം പറഞ്ഞിട്ട് നിങ്ങളുടെ അടുത്ത് വരില്ല. സോ യു ആർ എ ജെന്യൂൻ പേഴ്സൺ ഫ്രം ദി കിഡ്സ് പെർസ്പെക്റ്റീവ്. കിഡ്സിൻ്റെ പെർസ്പെക്റ്റീവിൽ നിങ്ങളൊരു അടിപൊളി മനുഷ്യനായി, സത്യം മാത്രം പറയുന്നൊരു വ്യക്തിയായി, നല്ലൊരു പാരൻ്റായി. സോ പ്രാക്ടീസ് ടെല്ലിങ് ട്രൂത്ത്. സത്യം പറയാൻ വേണ്ടി മാത്രം പരിശീലിക്കുക. ഐ റിപ്പീറ്റ്, കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ കൊടുക്കരുത്. കൊടുക്കാതിരിക്കാൻ കഴിയാത്ത ഒരു കാര്യം കൊടുക്കില്ല എന്ന് ആദ്യം തന്നെ പറയാൻ നിൽക്കരുത്. ഫോർ എക്സാമ്പിൾ, ഒരു സിനാരിയോ ആലോചിക്കാം. ഞാൻ സാധനം വാങ്ങാൻ അങ്ങാടിയിലേക്ക് പോവാണ്. അപ്പോൾ എൻ്റെ ഒരു മകൻ എന്നോട് ചോദിക്കുകയാണ് ഞാനും വരട്ടെ. അപ്പോൾ ഞാൻ ചിന്തിക്കുക, ഇപ്പോൾ അവനെ കൊണ്ടുപോകാൻ പറ്റുമോ? കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ കൊണ്ടുപോകാൻ പറ്റും, നീ പോരെ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകാം. കൊണ്ടുപോകാൻ പറ്റില്ല, അങ്ങനത്തെ സിറ്റുവേഷനാണ്, നിങ്ങൾക്ക് ഉറപ്പാണ് എന്നുണ്ടെങ്കിൽ നോ, ഐ ക്യാൻ ടേക്ക് യു. എനിക്കിപ്പോൾ നിങ്ങളെ കൊണ്ടുപോകാൻ പറ്റില്ല. എന്നിട്ട് കൊണ്ടുപോകാതിരിക്കുക. എത്ര കരഞ്ഞാലും കൊണ്ടുപോകരുത്. ബിക്കോസ് നമ്മൾ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറയാനുള്ള കാരണം കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ടാണ്. പിന്നെ അത് പറഞ്ഞതിന് ശേഷം ആ വാക്ക് തെറ്റിച്ചിട്ട് കൊണ്ടുപോയാൽ ട്രസ്റ്റ് ബ്രേക്ക് ആവും, റെസ്പെക്റ്റ് കുറയും. പിന്നെ കളവ് പറയുന്നൊരു വ്യക്തിയായിട്ട് കുട്ടികൾ നമുക്ക് ലേബലിട്ട് വരും. അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഇത് കുട്ടികളുടെ അനുസരണനെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. അവർക്ക് അനുസരണ ഇല്ലാത്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പാരൻസ് ആർ ലൈയിങ്. പാരൻസ് ഒരുപാട് കളവ് പറയുന്നുണ്ട്. ഡോണ്ട് എവർ ലൈ ടു ചിൽഡ്രൻ. ഈവൻ വെരി സില്ലി ലൈസ് യു ഡോണ്ട് ജസ്റ്റ് സേ ദാറ്റ് ടു കിഡ്സ്. ഓക്കെ, ദാറ്റ് ഈസ് എ സെക്കൻഡ് വൺ. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് എന്താണ്? ഒന്നാമത്തെ പോയിന്റ്, നിങ്ങൾ മൊബൈൽ ഫോൺ അനാവശ്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, എന്നിട്ട് കുട്ടികളോട് ഉപയോഗിക്കരുതെന്ന് പറയുന്നത്, അതിൽ പോയിന്റ് ഇല്ല. രണ്ടാമത്തത്, ഒരിക്കലും കളവ് പറയരുത്. കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ കൊടുക്കില്ല, തരൂല എന്ന് പറഞ്ഞാൽ തരൂല, തരും എന്ന് പറഞ്ഞാൽ തരും. കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് കൊടുത്താൽ that is a lie. Don't tell lies. Okay, കളവ് പറയരുത്. തേർഡ് വൺ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ. മൊബൈൽ ഫോൺ റെസ്ട്രിക്റ്റ് ചെയ്യുക, ബട്ട് യു ആർ നോട്ട് റീപ്ലേസിങ്. മൊബൈൽ ഫോൺ തരില്ല എന്ന് പറയുന്നുണ്ട്, പക്ഷേ മൊബൈൽ ഫോൺ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവിടെ കുട്ടികൾക്ക് റിസർവ് ആവുന്ന കുറച്ച് ടൈമുണ്ട്. മൊബൈൽ ഫോൺ ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ ടൈം എന്തുപയോഗിക്കാം, ആ ടൈമിനെ പ്രൊഡക്റ്റീവായിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുട്ടികൾക്ക് താല്പര്യം തോന്നുന്ന കാര്യങ്ങളായിട്ട് റീപ്ലേസ് ചെയ്തില്ലെങ്കിൽ യു ആർ ഡൂയിങ് എ മിസ്റ്റേക്ക്. എല്ലാവരും പറയും ഒരു അരമണിക്കൂർ ഉപയോഗിച്ചോ എന്നിട്ട് വേറെ എന്തെങ്കിലും ചെയ്തോ. അരമണിക്കൂർ മൊബൈൽ ഫോൺ ഉപയോഗിക്കും, ഒരു അൾട്ടിമേറ്റ് ഡോപ്പമൈൻ ഹിറ്റ് കുട്ടിക്ക് കിട്ടും. എന്നിട്ട് അതിന് ശേഷം ഒരു ബോറിംഗ് സ്റ്റേജിലേക്ക് അവർ പോകും. ആ ബോറിംഗ് ടൈം റീപ്ലേസ് ചെയ്യാൻ നല്ല അടിപൊളിയായിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റീസും പാരൻസ് കൊടുക്കുന്നില്ല, റീപ്ലേസ് ചെയ്യുന്നില്ല. നമ്മൾ എന്താണ് ഇവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മൊബൈൽ ഫോൺ കംപ്ലീറ്റ് ബാൻ ചെയ്യുക. ബാൻ ചെയ്യുമ്പോൾ ഒരുപാട് ടൈം ഫ്രീ ഉണ്ടാവും, നല്ല ബോർഡുണ്ടാവും കുട്ടികൾക്ക്. എസ്പെഷ്യലി ഒരു കൂടെ കുട്ടികൾ കളിക്കാനൊന്നും ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നല്ല ബോറടി ഉണ്ടാവും, നല്ല ബോറടി ഫീൽ ചെയ്യും. ആ ബോറടിക്കുന്ന സിറ്റുവേഷനിൽ എന്ത് ഫീൽ ചെയ്യണം? നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗെയിംസോ അല്ലാന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കോമിക് ബുക്സോ കഥകളോ കഥാബുക്കുകളോ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യണം. അങ്ങനെ റീപ്ലേസ് ചെയ്യുമ്പോൾ അവർക്ക് ആ ഒരു ടൈം, ബോറടിക്കുന്ന ടൈമിൽ അവർ വായിച്ച് വളരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അവർ വായിക്കും, കഥകൾ വായിക്കുന്നതിലൂടെ വായനാശീലം അവർക്ക് ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇന്ന് ഈ ഒരു കാലത്ത് ബാലരമയോ ബാലഭൂമിയോ അല്ലാന്നുണ്ടെങ്കിൽ മിന്നാമിന്നിയോ കളിക്കൊടുക്കേ ഏതെങ്കിലും കുട്ടികൾ വായിക്കുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ശ്രദ്ധിച്ചിട്ടുണ്ടോ? വളരെ ചുരുക്കം. എല്ലാവരും മൊബൈൽ ഫോണിലാണ്. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ
കംപ്ലീറ്റ്ലി റെസ്ട്രിക്റ്റ് മൊബൈൽ ഫോൺ. എന്തിന് കംപ്ലീറ്റ് റെസ്ട്രിക്റ്റ് ചെയ്യണം? അവർ മന്ദബുദ്ധികളാവില്ലേ? അവർ മൊബൈൽ ഫോൺ യൂസ് ചെയ്യാൻ പഠിയാത്ത ഒരാളാവില്ലേ? എല്ലാവർക്കും മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ കഴിയും, അവനക്ക് മാത്രം മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ കഴിയാത്തൊരു വ്യക്തിയായിട്ട് മാറൂലേ എന്നുള്ള ചോദ്യത്തിനൊക്കെ ഞാൻ മറുപടി പറഞ്ഞുതരാം. അതിനുള്ള വ്യക്തമായിട്ടുള്ള ആൻസർ ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മൊബൈൽ ഫോൺ കംപ്ലീറ്റ്ലി റെസ്ട്രിക്റ്റ് ചെയ്യുക. ഒരുപാട് ടൈം ഫ്രീ ആവും. ആ ഫ്രീ ആയിട്ടുള്ള ടൈമിൽ ഫ്രണ്ട്സ് ഇല്ല എന്നുണ്ടെങ്കിൽ വളരെയധികം ബോറടിക്കുന്ന ടൈമിൽ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കോമിക് ബുക്സ് കൊണ്ട് റീപ്ലേസ് ചെയ്യുക. ഇവിടെയാണ് ലാംഗ്വേജ് ലേണിംഗ് കണക്റ്റ് ആവുന്നത്. എങ്ങനെ കോമിക് ബുക്സ് റീഡ് ചെയ്യുന്ന ഹാബിറ്റ് ഉണ്ടാക്കാം എന്നുള്ളത് ലാംഗ്വേജ് ലേണിംഗ് പ്രോസസ്സിലൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്. അതിന് മുമ്പ് ഒരു മൊബൈൽ ഫോൺ കംപ്ലീറ്റ്ലി റെസ്ട്രിക്റ്റ് ചെയ്താൽ കുട്ടികളുടെ പേഴ്സണൽ ഡെവലപ്മെൻറ്റിനെ അത് ബാധിക്കൂലേ? ഒരുപാട് നല്ല ഇൻഫർമേഷൻസ് അതിന് കിട്ടുന്നില്ലേ? എല്ലാ കുട്ടികളും മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ അടിപൊളിയായിട്ട് ഉപയോഗിക്കുമ്പോൾ എൻ്റെ കുട്ടി മാത്രം മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ അറിയാത്ത വെറും മണ്ടനായി പോകില്ലേ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനുള്ള ഉത്തരമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, കത്തി നിങ്ങൾ ഒരിക്കലും കൊടുക്കില്ല, മൊബൈൽ ഫോൺ ടൈം വേസ്റ്റിനാണ് ഇപ്പോൾ കൊടുക്കുന്നത്. അങ്ങനെയല്ല നിങ്ങൾ സാധാരണ ചെയ്യാറ്. അപ്പോൾ നിങ്ങൾ കത്തി കൊടുക്കാത്തതിൻ്റെ കാരണം എന്താ? കത്തി മൂർച്ചുള്ള സാധനമാണ്. അത് കൈമ തട്ടിയാൽ മുറിയാവും, ചോര വരും, ഫിസിക്കൽ ഡാമേജ് ഉണ്ടാവും, അത് നല്ല പെയിൻ ഉണ്ടാക്കും. അത് കാരണം ഇൻ കേസ് ആക്സിഡൻ്റലി ആ കത്തി എടുത്താൽ തന്നെ അതെടുത്തിട്ട് സ്ലാബിൻ്റെ മേലെ കിട്ടാത്ത ഭാഗത്ത് കൊണ്ടുവരും വെക്കും. എന്നിട്ട് വീണ്ടും എടുക്കില്ല എന്നുള്ളത് എൻഷുർ ചെയ്യും, അത് ഉറപ്പിക്കും. പക്ഷേ ഈ കത്തിനേക്കാളും ഡാമേജ് ഉണ്ടാക്കുന്നത് കത്തിയാണെന്നുണ്ടെങ്കിൽ ഫിസിക്കൽ ഡാമേജ് മാത്രമേ ഉണ്ടാക്കുള്ളൂ, മെൻ്റൽ ഡാമേജ് ഉണ്ടാക്കില്ല. ഇതാണെന്നുണ്ടെങ്കിൽ മെൻ്റൽ ഡാമേജ് ഒരുപാട് ഉണ്ടാക്കും. കത്തിനേക്കാൾ ഡേഞ്ചറസ് ആണ് ഇൻസ്റ്റഗ്രാം റീൽസും യൂട്യൂബ് ഷോർട്സും. കാരണം അതിൽ എന്തെല്ലാം സാധനങ്ങളാണ് വരിക എന്നുള്ളത് ആർക്കും അറിയാൻ പറ്റില്ല. ഒരു റെസ്ട്രിക്റ്റഡ് മോഡിലൊന്നും ആയിരിക്കും എല്ലാവരും കൊടുക്കുന്നത്. പാരൻസിനകത്ത് ഓണാക്കാനും ചിലപ്പോൾ അറിയുണ്ടാവില്ല, ഓഫാക്കാനും അറിയുണ്ടാവില്ല. സോ ആ ഒരു മോഡിൽ കുട്ടികൾക്ക് ഇത് കൊടുക്കുമ്പോൾ, ഭൂരിഭാഗം കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അവർ എക്സ്പോസ് ആവുന്നത് ഹൈലി ഡേഞ്ചറസ് സ്റ്റഫിലേക്കാണ് അവർ എക്സ്പോസ് ആവുന്നത്. ഒരു ചെറിയ ബാഡ് ഇമേജ് അവർക്ക് വന്നാൽ ആ തോട്ടുള്ളിൽ കയറിയാൽ ചിലപ്പം അത് വളരും ചെയ്യും. ഇസ്ലാമിക്കലി സ്പീക്കിംഗ്, സ്പിരിച്വലി സ്പീക്കിംഗ്, Satan is over there. Satan will help the kid to grow the thought. ആ തോട്ട് ഗ്രോ ചെയ്യാൻ സ്പിരിച്വലി സ്പീക്കിംഗ് Satan വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. നമ്മളൊരു കംപ്ലീറ്റ്ലി ബാഡ് ഹ്യൂമൻ ബീങ് ആയിട്ട് മാറും നമ്മളുടെ കുട്ടികൾ. സോ ദിസ് ഈസ് ഹൈലി ഡേഞ്ചറസ്. മൊബൈൽ ഫോൺ കൊടുക്കുന്നതും റീൽസ് കൊടുക്കുന്നതും ഷോർട്സ് കൊടുക്കുന്നതും കുട്ടികൾക്ക് കൊടുക്കുന്നത് കത്തിനേക്കാളും 10 times dangerous. Yet you are not restricting this mobile phone completely. കത്തി നിങ്ങൾ മുഴുവനായിട്ട് മാറ്റിവെക്കാൻ തയ്യാറായി, പക്ഷേ കത്തിനേക്കാളും 10 times ഡേഞ്ചറസ് ആയിട്ടുള്ള മൊബൈൽ ഫോൺ ടൈം വെച്ച് കൊടുക്കുന്നു. ഇതിൽ എന്തോ ഒരു വിരോധാഭാസം കിടക്കുന്നില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഉറപ്പായിട്ടുണ്ട്. നമ്മളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ കംപ്ലീറ്റ്ലി ബാൻ ചെയ്യുക. കത്തി കൊടുക്കാൻ നിങ്ങൾക്ക് തയ്യാറല്ല എന്നുണ്ടെങ്കിൽ മൊബൈൽ ഫോൺ കൊടുക്കാൻ തീരെ തയ്യാറാവരുത്. ഇനി വേറൊരു കൺസെപ്റ്റ്, ഇസ്ലാമിക്കലി സ്പീക്കിംഗ്, നമ്മൾ ഒരുപാട് ചെയ്താൽ പ്രശ്നമുള്ള സംഭവം കുറച്ച് ചെയ്യാനും പാടില്ല. ഞാൻ ഉദാഹരണം പറയാം. മദ്യപാനം ഒരുപാട് കുടിച്ചാലേ കിക്കാവുള്ളൂ, അല്ലെങ്കിൽ ഇത്ര എമൗണ്ട് കുടിച്ചാലേ കിക്കാവുള്ളൂ എന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു എമൗണ്ടും കുടിക്കാൻ പാടില്ല. അത് നിഷിദ്ധമാണ്, അത് പ്രശ്നമാണ്. അതേപോലെ തന്നെ പുകവലി അല്ലെങ്കിൽ കഞ്ചാവാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പഫ് എടുത്താലേ കിക്കാവുള്ളൂ എന്നുണ്ടെങ്കിൽ ഒരു പഫ് എടുത്തൂടെ? ഞാൻ എനർജറ്റിക്കാണ്, എൻ്റെ ബോധം പോകില്ല, കുഴപ്പമില്ല, ഒരു പഫ് എടുത്തൂടെ? ഒരു പഫ് എടുക്കാൻ പാടില്ല, ഒരു പഫും നിഷിദ്ധമാണ്. അതേപോലെ തന്നെ മൊബൈൽ ഫോൺ ഒരുപാട് ഉപയോഗിച്ചാൽ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപയോഗിച്ചാലും പ്രശ്നമാണ്. ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു ഫുട്ബോളിൻ്റെ കേസ്. ഫുട്ബോൾ നമുക്ക് ധൈര്യമായിട്ട് 24 മണിക്കൂറും കൊടുക്കാം. 1 മണിക്കൂർ കളിച്ച് കഴിഞ്ഞാൽ ക്ഷീണിച്ചിട്ട് ആനയുടെ കടുക്കും, കിടന്നുറങ്ങും, പിന്നെ ഉപയോഗിക്കില്ല. അതേപോലെ തന്നെ വള്ളിച്ചാട്ടാണെന്നുണ്ടെങ്കിലും എത്ര ടൈം ആണെന്നുണ്ടെങ്കിലും കൊടുക്കാം. ഒരു 10 മിനിറ്റ് 20 മിനിറ്റ് വള്ളി ചാടി കഴിഞ്ഞാൽ ടയർഡായിട്ട് അതിട്ട് പോകും. പക്ഷേ മൊബൈൽ ഫോൺ അങ്ങനെയല്ല. മൊബൈൽ ഫോൺ ഉപയോഗിച്ചാൽ ഒരുപാട് സമയം ഉപയോഗിക്കും, അവരുടെ കണ്ണ് കേട്ടിരും, ബ്രെയിനും കേട്ടിരും, അവരുടെ ഉറക്കം പോവും, രാത്രിയും ഉപയോഗിക്കും. സോ ദിസ് ഈസ് ഹൈലി ഡേഞ്ചറസ്. ഈ ഒരുപാട് തവണ കൊടുക്കാൻ പറ്റാത്ത സാധനങ്ങൾ കുറച്ചും കൊടുക്കാൻ പാടില്ല. വി നീഡ് ടു കംപ്ലീറ്റ്ലി റെസ്ട്രിക്റ്റ് ടൈം ബേസ്ഡ് മൊബൈൽ ഫോൺ യൂസേജ്. യു ആർ ഗിവിങ് ദ റോങ് ട്രെയിനിങ് ടു ദി ചിൽഡ്രൻ. നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾ ഒരു തെറ്റായിട്ടുള്ള ട്രെയിനിങ്ങാണ് കൊടുക്കുന്നത്. ആസ് ഫാർ ആസ് ഐ അണ്ടർസ്റ്റാൻഡ്, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ടൈം ബേസ് ചെയ്തിട്ട് കൊടുക്കാൻ പാടില്ല. ഇനി തീരെ മൊബൈൽ ഫോൺ കൊടുക്കാത്ത ഒരു സിറ്റുവേഷനിലാക്കി, ഫുള്ളി റെസ്ട്രിക്റ്റഡ് ആക്കി, അപ്പോൾ ഒരുപാട് ടൈം അവർക്ക് ഫ്രീ ഉണ്ടാവും. ആ ടൈമിൽ എന്ത് ചെയ്യണം? ആ ടൈമിൽ റീഡിങ് ഹാബിറ്റ്സ് ഉണ്ടാക്കണം. എന്ത് വായിക്കണം? കഥാബുക്കുകൾ വായിക്കണം, കോമിക്സ് വായിക്കണം, ഏത് ഭാഷ വായിക്കണം? മലയാളം ലാംഗ്വേജ് വായിക്കണം. കാരണം അവരുടെ മദർ ടങ്ക് മലയാളമാണ്. മലയാളം വേർബൽ കമ്മ്യൂണിക്കേഷൻ ദേ മാസ്റ്റേർഡ് ഓൾറെഡി. അവർ ഓൾറെഡി വേർബൽ കമ്മ്യൂണിക്കേഷൻ മാസ്റ്റർ ആയിട്ടുണ്ട്. ഒരു 3 വയസ്സാകുമ്പോഴേക്കും അവർ സംസാരിക്കാനും കേൾക്കാനും അടിപൊളിയായിട്ട് ചെയ്യാൻ തുടങ്ങും.
ഇനി 3 വയസ്സിന് ശേഷം അവർക്ക് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ മാത്രം പഠിച്ചാൽ മതി. കൺസെപ്റ്റും സൗണ്ടും കാര്യങ്ങളെല്ലാം അവർക്ക് അറിയാം. ഇനി ലെറ്റേഴ്സും വേർഡ്സും അത് കണക്ട് ചെയ്യാനും വായിക്കാനും പഠിച്ചാൽ ഓൾറെഡി ലാംഗ്വേജ് ലേണിംഗ് ഈസ് കംപ്ലീറ്റ്. ഈ മൊബൈൽ ഫോൺ റെസ്ട്രിക്ഷനും ലാംഗ്വേജ് ലേണിങ്ങും റീഡിങ് ഹാബിറ്റ്സും ഒരുമിച്ച് ബിൽഡ് ചെയ്യാൻ ഞാൻ ഉപയോഗിച്ച ടെക്നിക്കാണ് പറയാൻ പോകുന്നത്. എനിക്കൊരു 6 വയസ്സായിട്ടുള്ളൊരു കുട്ടിയുണ്ട്. ഒരു 4 വയസ്സ് 3.5 വയസ്സായപ്പോഴേക്കും ഞാൻ ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഓനെ മലയാളം പഠിപ്പിക്കാനും റീഡിങ് ഹാബിറ്റ് ഉണ്ടാക്കാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ എന്താ ചെയ്തത് വെച്ചാൽ ഈ ഒരു കാർഡ് ഉണ്ടാക്കി ഇതിൽ എല്ലാ ആൽഫബറ്റ്സും ഉണ്ട്, മലയാളം ആൽഫബറ്റ്സും ഉണ്ട്, എല്ലാ ചിഹ്നങ്ങളും ലെറ്റേഴ്സും സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും എല്ലാം ഉണ്ട്. ഇതിവിടെ റെഫറൻസ് ആക്കിയിട്ട് ഞാൻ ഉണ്ടാക്കി. എന്നിട്ട് കോമിക് ബുക്സ് എടുത്തിട്ട് ഞാൻ അവനക്ക് കഥ പറഞ്ഞു കൊടുക്കും. കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ അവന് കഥ കേൾക്കാൻ ഇൻട്രസ്റ്റഡ് ആയിട്ടുണ്ടാവും. ഓൾറെഡി ഐ ഗോട്ട് ഹിസ് അറ്റൻഷൻ. അവൻ്റെ അറ്റൻഷൻ കിട്ടും, കാരണം ഞാൻ കഥയാണ് വായിച്ചു കൊടുക്കുന്നത്. കഥ വായിക്കുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ലെറ്റേഴ്സ് അവനെ കൊണ്ട് വായിപ്പിക്കും. എല്ലാ ലെറ്റേഴ്സും ഇല്ല, അതിൻ്റെ ഇടയിൽ ഇത് ഏതാ ലെറ്റർ എന്ന് ചോദിക്കും. എന്നിട്ട് ആ ലെറ്റർ അവനെ കൊണ്ട് പറയിപ്പിക്കും. പാരലലി ആ ലെറ്റർ ഈ ഒരു കാർഡ് ഉപയോഗിച്ചിട്ട് പഠിപ്പിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ഒരു കാർഡും ഈ കോമിക് ബുക്കിലെ സ്റ്റോറി ടെല്ലിങ്ങും അതിൻ്റെ ഇടയിലുള്ള പതുക്കെയുള്ള പഠിപ്പിക്കലും കൊണ്ട് അത് റിപ്പീറ്റഡായിട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ ഇതിലെ സ്റ്റോറീസിനോടൊരു താല്പര്യം വരും. അവന് ആദ്യം ലെറ്റേഴ്സ് മാത്രമാണ് അവനെ കൊണ്ട് വായിപ്പിച്ചിരുന്നത് എന്നുണ്ടെങ്കിൽ പിന്നീട് വേർഡ്സ് വായിപ്പിക്കാം, പിന്നീട് സെൻറ്റൻസ് വായിപ്പിക്കാം. ഈ സ്റ്റോറീസ് പറയുന്നതിൻ്റെ വായിച്ചു കൊടുക്കുന്നതിൻ്റെ ഇടയിലൂടെ അവനോട് വല്ല വേർഡ്സ്, ഈ വേർഡ്സ് എന്താണ്, ഈ വേർഡൊന്ന് വായിച്ചേ എന്ന് പറഞ്ഞാൽ അത് വായിക്കുന്ന ഒരു ശീലം ഉണ്ടാവും. അങ്ങനെ ഇതൊരു ശീലമായാൽ പിന്നെ മൊബൈൽ ഫോൺ കംപ്ലീറ്റ്ലി ഒഴിവാക്കുകയും ചെയ്തു. അവന് ബോറടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവനക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ട് തോന്നുന്ന ഒരു കാര്യം കോമിക് ബുക്സ് തന്നെ ആയിരിക്കും. അപ്പോൾ ഓൾറെഡി അവനക്ക് റീഡിങ് ഹാബിറ്റ്സ് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, വായിക്കാനൊക്കെ കുറച്ചൊക്കെ അറിയാം. അപ്പോൾ ഓൾറെഡി ഇത് വായിക്കാനുള്ള ടെൻഡൻസി അവനക്ക് ഉണ്ടാവും. കാരണം വേറെ ഭയങ്കര ഇതിനേക്കാൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള വേറൊരു ആക്ടിവിറ്റിയും അവിടെ കാണുന്നില്ല. ഫുട്ബോൾ ഉണ്ട്, ഫുട്ബോൾ ഒരു മണിക്കൂർ കളിച്ചു കഴിഞ്ഞാൽ അവന് ടയേർഡാവും. പിന്നെന്ത് ചെയ്യും? അല്ലെങ്കിൽ വള്ളിച്ചാട്ടം ഒരു 20 മിനിറ്റ് ചാടിക്കഴിഞ്ഞാൽ അവൾ ടയേർഡാവും. എന്നിട്ട് ബാക്കി നേരം എന്ത് ചെയ്യും? ആ ടൈമിലാണ് ഈ റീഡിങ് നമ്മൾ കൊടുക്കേണ്ടത്. വേൾഡ് ഫേമസ് ആയിട്ടുള്ള പല വ്യക്തികളും, ഇലോൺ മസ്കിനെ തന്നെ എടുത്ത് നോക്കിയാൽ ഇലോൺ മസ്കിൻ്റെ ചെറുപ്പകാലത്ത് വളരെയധികം ബോറടിച്ചുകൊണ്ട് തന്നെ അവിടെയുള്ള ബുക്കുകൾ മുഴുവൻ ഇരുന്ന് വായിക്കലായിരുന്നു. ബോറടി മാറ്റാൻ ഇലോൺ മസ്ക് ചെയ്തത്. ആ ഒരു റീഡിങ് ഹാബിറ്റ്സ് ഇലോൺ മസ്കിന് കൊടുത്ത നോളജും അതിലൂടെ പേഴ്സണലി ഡെവലപ്പായതിൻ്റെ ആ ഒരു റേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കൂടുതലായിരിക്കും. നമ്മളുടെ കിഡ്സിന് ഈ മൊബൈൽ ഫോൺ ഫുള്ളി റെസ്ട്രിക്റ്റഡ് ആക്കുക. സോ ഓട്ടോമാറ്റിക്കായിട്ട് ബോറടിക്കുമ്പോൾ ഇതുപോലത്തെ ബുക്കുകൾ വായിക്കുന്ന ശീലം ഉണ്ടാക്കി കൊടുത്താൽ വളരെ എഫക്റ്റീവായിട്ട് വായനാശീലം ഉണ്ടാവും. കഥകളിൽ നിന്ന് തുടങ്ങി ചെറുകഥകളായി, സ്റ്റോറീസായി, ഫിക്ഷനായി, നോൺ ഫിക്ഷനായി, പിന്നെ അത് ഇംഗ്ലീഷ് ലാംഗ്വേജിലേക്കായി, പിന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജും പഠിക്കുന്ന സിറ്റുവേഷനിലായി. അങ്ങനെ പേഴ്സണലി ഗ്രോ ചെയ്യുന്ന ഒരു കുട്ടികളെ നമുക്ക് വാർത്തെടുക്കാൻ കഴിയും ഇങ്ങനെ ചെയ്താൽ. സോ ഫസ്റ്റ് മലയാളം ചെയ്യണം. കാരണം മലയാളം വേർബൽ കമ്മ്യൂണിക്കേഷൻ ഓൾറെഡി മാസ്റ്റേർഡ് ഇറ്റ്. അവർ ഓൾറെഡി വേർബൽ കമ്മ്യൂണിക്കേഷൻ അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇനി റിട്ടൺ കമ്മ്യൂണിക്കേഷൻ മാത്രമാണ് അവർ ചെയ്യേണ്ടത്. അതിന് ലെറ്റേഴ്സ് തുടങ്ങിയിട്ട് പിന്നെ വേർഡ്സിലേക്ക് പോയി, പിന്നെ സെൻറ്റൻസിലേക്ക് പോയി, അങ്ങനെ മുന്നോട്ട് പോയാൽ മതി. അതിന് ഇതുപോലത്തെ ഒരു കാർഡ് ഉണ്ടാക്കുക, അല്ല എന്നുണ്ടെങ്കിൽ അറേഞ്ച് ചെയ്യുക, എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്യുക. എന്നിട്ട് കോമിക് ബുക്സ് റെഫറൻസ് ആക്കി കൊടുത്തിട്ട് കൂടിയിരുന്ന് കഥകൾ പറഞ്ഞെടുക്കുക, കഥകൾ വായിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ലെറ്റേഴ്സ് ചോദിക്കുക, ലെറ്റേഴ്സ് അവനെ കൊണ്ട് പറയിപ്പിക്കുക, അവളെ കൊണ്ട് പറയിപ്പിക്കുക. അതിനുശേഷം വേർഡ്സ് പറയിപ്പിക്കുക, സെൻറ്റൻസ് പറയിപ്പിക്കുക. പിന്നെ അവസാനം ഒരു എൻ്റയർ സ്റ്റോറി അവനെ കൊണ്ട് വായിച്ച് മനസ്സിലാക്കാനുള്ള ഒരു സ്കിൽ ഉണ്ടാക്കി കൊടുക്കുക. അതുപോലെ തന്നെ അതിന് ശേഷം പുതിയ ബുക്കുകൾ വാങ്ങിക്കൊടുക്കുക. അങ്ങനെ വാങ്ങിക്കൊടുത്തിട്ട് അവനത് വായിക്കും. കാരണം ദർ ഇസ് നോ അതർ ഹൈ ഡോപ്പമൈൻ ആക്ടിവിറ്റി. ഒരു ഹൈ ഡോപ്പമൈൻ നൽകുന്ന ഒരു ആക്ടിവിറ്റി വേറെ ഇല്ല. മൊബൈൽ ഫോൺ ഈസ് കംപ്ലീറ്റ്ലി റെസ്ട്രിക്റ്റഡ്. ഇത് വർക്കാണെന്നുണ്ടെങ്കിൽ മൊബൈൽ ഫോൺ റെസ്ട്രിക്റ്റഡ് ആണ്. ഇങ്ങനെ ചെയ്താൽ അവരുടെ സ്റ്റഡീസിൽ അവർക്ക് ഫോക്കസ് കൂടും, അവർക്ക് വായനാശീലം ഉണ്ടാവും, അവർ കോമിക് ബുക്സ് വായിക്കും. അതിൽ നിന്ന് അവർ വേറെ പല ബുക്കുകളിലേക്കും മാറുകയും ചെയ്യും. അവർ പേഴ്സണലി നല്ല രീതിയിൽ ഡെവലപ്പ് ആവുകയും ചെയ്യും. സോ ടുഡേ ഓൺവേർഡ്സ് റെസ്ട്രിക്റ്റ് ഫോൺ കംപ്ലീറ്റ്ലി. ഡോണ്ട് വറി. അവർ മന്ദബുദ്ധികളാവില്ല. കാരണം അവർ അക്വയർ ചെയ്യണം. അപ്പോൾ അവർ ഒരുപാട് കാര്യങ്ങൾ പെർസീവ് ചെയ്യാനും പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ത്വരയാണ്. അതുകൊണ്ടാണ് ഈ എന്ത് കണ്ടാലും ഇങ്ങനെ ഉള്ളിലേക്ക് എടുക്കാനുള്ളൊരു ത്വര. റീൽസ് ആണെന്നുണ്ടെങ്കിൽ അവർ അഡിക്റ്റഡ് ആവും. എല്ലാം പുതിയ കാര്യങ്ങൾ, വേൾഡിൻ്റെ പല ഭാഗത്തുള്ള കാര്യങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ പഠിക്കാനും അക്വയർ ചെയ്യാനും പെർസീവ് ചെയ്യാനും ഇങ്ങനെ റെഡിയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ മൊബൈൽ ഫോൺ അവിടെ ബ്രേക്ക് ചെയ്താൽ പിന്നെ ബുക്സിൽ നിന്ന് അവർ വായിച്ചുകൊണ്ടേയിരിക്കും, ഉള്ളിലേക്ക് എടുത്തുകൊണ്ടേയിരിക്കും.
ഇനി എപ്പോൾ മൊബൈൽ ഫോൺ കൊടുക്കണം? അക്കോർഡിംഗ് ടു മീ ഒരു 15 വയസ്സായതിനു ശേഷം അല്ലെങ്കിൽ പ്രായപൂർത്തിയായതിനു ശേഷം മാത്രം മൊബൈൽ ഫോൺ കൊടുത്താൽ മതി. അങ്ങനെയാണ് ഫേസ്ബുക്കിൻ്റെ മുതലാളികൾ ചെയ്യുന്നത്, വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒട്ടുമിക്ക ആൾക്കാരും ചെയ്യുന്നത്. ടെലഗ്രാമിൻ്റെ സിഇഒക്ക് സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഒന്നുമില്ല. കാരണം പറഞ്ഞത് ഈ ഷോർട്ട് ഫോം കോണ്ടൻറ്റ്സ് അത് എനിക്ക് പറ്റില്ല. അത് കണ്ടിന്യൂസ് ആയിട്ട് എടുത്താൽ എനിക്ക് പ്രൊഡക്റ്റീവായിട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുപോലെ തന്നെ ദി വേൾഡ് ഫേമസ് ഓതർ കാൾ ന്യൂപോർട്ട്, ഹി ഡസൻറ്റ് ഹാവ് എനി സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഒന്നുമില്ല. കാരണം ഡിസ്ട്രാക്ഷൻ. ഈ ഡിസ്ട്രാക്ഷൻ ഒഴിവാക്കാനും ഈ ബ്രെയിൻ റോട്ട് ഒഴിവാക്കാനും വേണ്ടിയിട്ടാണ്. ഈ സാധനമാണ് നമ്മൾ കുട്ടികൾക്ക് ടൈം വെച്ചിട്ട് കൊടുക്കുന്നത്. ഈ ടൈം വെച്ച് കൊടുത്തുകൊണ്ടൊന്നും കാര്യമില്ല. ഫുള്ളി റെസ്ട്രിക്റ്റ് ചെയ്യുമ്പോൾ ബോറടിക്കുമ്പോൾ റീപ്ലേസ് ചെയ്യാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക. പിന്നെ 15 വയസ്സിന് ശേഷം മൊബൈൽ ഫോൺ കൊടുക്കാൻ നേരത്ത് അവർ പെട്ടെന്ന് പഠിച്ചോളും. മൊബൈൽ ഫോണല്ലേ, വളരെ പെട്ടെന്ന് പഠിക്കാൻ കഴിയും. ഹ്യൂമൻ ബീയിങ് ആർ ഫാസ്റ്റ് ലേണേഴ്സ്. നമ്മൾ വേഗത്തിൽ പഠിക്കാൻ കഴിയുന്ന ആൾക്കാരാണ് ഹ്യൂമൻ ബീയിങ്. ഡോണ്ട് വറി അറ്റ് ഓൾ. ഓക്കെ, ഈ ലാംഗ്വേജ് ലേണിങ്ങിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു സംഭവം കൂടി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, ഇതാ എൻ്റെ ഒരു സെക്കൻഡറി ചാനലാണ്. ചാനലിൻ്റെ പേര് മലയാളം ലാംഗ്വേജ് സ്കില്ല്. മലയാളം ലാംഗ്വേജ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ചാനലാണ്. എൻ്റെ ഈ ചാനൽ ഉണ്ടാക്കുന്നതിന് മുമ്പ് ഞാൻ ഉണ്ടാക്കിയ ചാനലാണ്. അതിന് മുമ്പ് എൻ്റെ ലക്ഷ്യം എന്താ വെച്ചാൽ കുട്ടികളെ മലയാളം പഠിപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു. ആ ഒരു കാരണത്താൽ, ആ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് വീഡിയോസും ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏത് രീതിയിലാണ് ഞാൻ മലയാളം പഠിപ്പിക്കുന്നത് എന്ന് നോക്കിയാൽ ഈ ഒരു വീഡിയോ ക്ലിക്ക് ചെയ്ത് പ്ലേ ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും. എൻ്റെ പേര് ആന. നന്ദ. ഹിയർ the word is highlighted. ഈ വേർഡ്സ്, ഓരോ വേർഡ്സും ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ശ്രദ്ധിച്ചാൽ പറ്റും. എനിക്ക് വലിയ. ഈ വീഡിയോ കണ്ടാൽ വേർഡ്സ് വായിക്കാൻ പഠിക്കും. ഇനി ഈ വീഡിയോൻ്റെ എൻഡിൽ ലെറ്റേഴ്സും പഠിപ്പിക്കുന്നുണ്ട്. ശക്തിയാണ്. ഇങ്ങനെ പഠിപ്പിക്കാനുള്ള കാരണം ട്രഡീഷണൽ വേ നമ്മൾ പഠിപ്പിക്കുമ്പോൾ എങ്ങനെ പഠിപ്പിക്കുന്നത്, ഓരോ ലെറ്റേഴ്സ് പഠിക്കുക, എന്നിട്ട് അത് കണക്ട് ചെയ്യുക, എന്നിട്ടാണ് ഐഡിയാസിലേക്കും വേർഡ്സിലേക്കും ഒക്കെ വരാൻ ശ്രമിക്കുന്നത്. അതിന് പകരം ഇവിടെ പിക്ചേഴ്സ് കാണുന്നുണ്ട്, വലിയ തുമ്പികൈ കാണുന്നുണ്ട്, കുട്ടിനെ കാണുന്നുണ്ട്, ഓരോ ലെറ്റേഴ്സും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ലെറ്റേഴ്സും പഠിക്കും. അപ്പോൾ ലെറ്റേഴ്സ് കണക്ട് ചെയ്തിട്ട് എനിക്ക് എന്നുള്ള ഒരു ഐഡിയ അതും പഠിക്കും, വലിയ എന്നുള്ളൊരു ഐഡിയ അതും പഠിക്കും, തുമ്പിക്കൈ എന്നുള്ള ഐഡിയ അതും പഠിക്കും. ഇതെല്ലാം കൂടെ കാണുന്നുണ്ട്. ഇത് വായിക്കുമ്പോൾ, ഈ വീഡിയോ കാണുമ്പോൾ അവർക്കൊരു റീസൺ ഉണ്ട് ഇത് വായിക്കാനും പഠിക്കാനും. എന്താണ് ഈ പിക്ചർ എന്നുള്ളത് ഈ ടെക്സ്റ്റിലൂടെ, ഈ വാക്കുകളിലൂടെ മനസ്സിലാക്കാനുള്ളൊരു ശ്രമമാണ് കുട്ടികൾ നടത്തുക ഇങ്ങനെ പഠിക്കുമ്പോൾ. ഞാൻ ഒന്നുകൂടി പ്ലേ ചെയ്യാം. വലിയ. ഒരുപാട് കേൾക്കുന്നുണ്ട്, ഞാൻ പറയുന്നതും കേൾക്കുന്നുണ്ട്. അദീൽ, ഹീസ് മൈ സൺ, അവന് റിപ്പീറ്റ് ചെയ്യുന്നതും കേൾക്കുന്നുണ്ട് വീഡിയോ കാണുന്നവർ. സോ ഇങ്ങനത്തെ ഒരുപാട് വീഡിയോ സീരീസ് ഉണ്ടാക്കിയിട്ടുണ്ട് റീഡിങ് പഠിക്കാൻ വേണ്ടിയിട്ട്. റീഡിങ് പഠിച്ചാലേ കോമിക് ബുക്സ് വായിക്കാൻ കഴിയുള്ളൂ. സോ അതിന് വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോയുടെ കൺക്ലൂഷൻ, നിങ്ങൾ അനാവശ്യമായിട്ട് മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് കുട്ടികളോട് മൊബൈൽ ഫോൺ ഉപയോഗിക്കരുതെന്ന് പറയാൻ നിൽക്കരുത്. രണ്ടാമത്തത്, കുട്ടികളോട് നുണ പറയരുത്. തരില്ല എന്ന് പറഞ്ഞാൽ തരില്ല, തരുമെന്ന് പറഞ്ഞാൽ തരും. തരാൻ പറ്റുന്നതേ തരുമെന്ന് പറയാൻ പാടുള്ളൂ. ഓക്കെ, തരാൻ പറ്റാത്തത് തരുന്ന അതിനെ പറയരുത്. തരാൻ പറ്റാത്തത് അല്ലെങ്കിൽ കൊടുക്കാൻ പറ്റാത്തത് തരില്ല എന്ന് തന്നെ പറയാം. ഓക്കെ, എന്നിട്ട് അതിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കുക, ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക. മൂന്നാമത്തത്, മൊബൈൽ ഫോൺ കംപ്ലീറ്റ്ലി ഒഴിവാക്കുക, കോമിക് ബുക്സ് ആയിട്ട് റീപ്ലേസ് ചെയ്യുക, മലയാളം ലാംഗ്വേജ് പഠിപ്പിച്ചെടുക്കുക, എസ്പെഷ്യലി റീഡിങ്. വെർബൽ കമ്മ്യൂണിക്കേഷൻ ഓൾറെഡി ദേ മാസ്റ്റേഡ്. റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ആരും കൊണ്ട് പഠിപ്പിക്കുക. അതിന് ശേഷം കോമിക് ബുക്സിൽ നിന്ന് സ്റ്റോറി ബുക്സ്, ലോങ് സ്റ്റോറി ബുക്ക്, ഫിക്ഷൻ ബുക്ക്, നോൺ ഫിക്ഷൻ ബുക്ക്, സെൽഫ് ഹെൽപ്പ് ബുക്ക്, അങ്ങനെ അവർ വായിച്ച് ഗ്രോ ആയിക്കൊണ്ടേയിരിക്കട്ടെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. സൂപ്പർ.